പത്തനംതിട്ട കടമനിട്ട സ്കൂൾ വളപ്പിലെ പഴയ കെട്ടിട ഭാഗങ്ങൾ തകർന്നു വീണു. കടമനിട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പഴയ കെട്ടിട ഭാഗങ്ങളാണ് തകർന്നത്. 2 വർഷമായി ഈ കെട്ടിടം ഉപയോഗിച്ചിരുന്നില്ല. നന്ദുഷയുടെ റിപ്പോർട്ട്. കടമനിട്ട ഗവൺമെന്റ് സ്കൂളിന്റെ പഴയ 2 വർഷമായി ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിട ഭാഗമാണ് ഇന്നലെ രാത്രി തകർന്നു വീണത്. ഈ കാണുന്ന ഒരു വലിയൊരു ഭാഗം മുഴുവനായി തകർന്നു വീണിട്ടുണ്ട്. 2 വർഷമായി ഈ ഭാഗം ഉപയോഗിക്കുന്നില്ല. എങ്കിൽ പോലും ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അതായത് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. അവിടെ നിന്നും കുട്ടികൾ ഇവിടേക്കൊക്കെ ഓടിക്കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പഴയ കെട്ടിടങ്ങൾ എപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. വാർഡ് മെമ്പർ നമുക്കൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ അപകട സാഹചര്യമുള്ള കെട്ടിടം ഈ 2 വർഷമായിട്ടും പൊളിക്കാഞ്ഞത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ചേട്ടാ, ഈ പഴയ കെട്ടിടമാണ്, ഉപയോഗശൂന്യമാണെങ്കിൽ പോലും നമുക്കറിയാം കുട്ടികളാണ്, പെട്ടെന്ന് ഓടിക്കയറാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് കളിക്കുന്നതൊക്കെ. ഇതിങ്ങനെ നിലനിർത്തുന്നത് വലിയ അപകടമല്ലേ? ഇത് നമ്മൾ ആദ്യം നവകേരള സദസ്സിലെ ഒരു പരാതി നമ്മുടെ ഇവിടുന്ന് നാട്ടുകാർ കൊടുത്തായിരുന്നു. ഇത് പൊളിച്ചു മാറ്റിയിട്ട് ഇതൊരു ഗ്രൗണ്ട് ആക്കണമെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തും വികസന സമിതിയും PTA എല്ലാം കൂടി ഇതിനുള്ള ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് വന്ന് വാലുവേഷനൊക്കെ എടുത്തു. പക്ഷേ ഇത് താമസം വന്നുകൊണ്ട് ഈ ബിൽഡിംഗ് ഇങ്ങനെ നിലനിന്ന് പോവുകയായിരുന്നു. ഇതിൻ്റെ വലിയൊരു ഗൗരവതരമായിട്ടുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലൊക്കെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അവിടെ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ പുറത്തുനിന്നുൾപ്പെടെ കുട്ടികൾ വന്ന് കളിസ്ഥലങ്ങൾ മറ്റിവിടെ ഇല്ലാത്തതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സാഹചര്യത്തിൽ കുട്ടികൾ സൈഡിലൊക്കെ കയറി നിന്നാൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നു. രാത്രി കാലങ്ങളിലായതുകൊണ്ടാണ് വലിയൊരു അപകടം ഉണ്ടാകാതെ ഒരു സാഹചര്യം വന്നത്. നമുക്ക് പകൽ സമയങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ഊഹിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അറിഞ്ഞത് ഉടനെ തന്നെ ഇത് പൊളിച്ചു നീക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് കേട്ടത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല. പക്ഷെ വലിയൊരു അപകടം, ഇങ്ങനെ 10-40 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം നമ്മുടെ ഇതിൻ്റെ അധികൃതർ പറഞ്ഞിട്ട് പോലും സർക്കാർ തലത്തിൽ നിന്ന് അത് എത്രയും വേഗം ഇടപെട്ട് ഇങ്ങനെയുള്ള ബിൽഡിംഗ് പൊളിച്ചു മാറ്റാത്തത് വലിയ ഗൗരവകരമാണ്. കുട്ടികളെ നമ്മൾ ഈ 10,000-ൽ മുകളിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറിയാൽ ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നാൽ ഇവിടെ ക്ലാസ് റൂം നടക്കുന്നില്ലെങ്കിൽ പോലും കുട്ടികളെ ചില കാര്യങ്ങളിൽ നമുക്ക് എല്ലാവരെയും ഒരുപോലെ കണ്ടെത്താൻ പറ്റത്തില്ല. ഇപ്പം ഒരാൾ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പൊളിഞ്ഞു നിൽക്കുന്ന ഒരു ബിൽഡിംഗ് പറഞ്ഞിട്ട് പോലും ഇത് എന്തുകൊണ്ട് താമസിപ്പിക്കുന്നു എന്നാണ്, സർക്കാർ തലത്തിൽ താമസിപ്പിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു ജനപ്രതിനിധി തന്നെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം ഇന്നലെ തേവലക്കരയിൽ പോലും നമ്മൾ കണ്ടതാണ്, കുട്ടികളാണ്. അവർ എവിടേക്കൊക്കെ കയറുമെന്നോ അല്ലെങ്കിൽ എത്രയൊക്കെ വിലക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ പോലും അവർ ചിലപ്പോൾ അവിടെ കയറിയേക്കാം. അപകട സാധ്യത വളരെ വലുതാണ്. അപ്പോൾ ഈ പഴയ സ്കൂൾ കെട്ടിടം ഉപയോഗപ്രദമല്ലാത്ത ഈ കെട്ടിടം വേഗം പൊളിച്ചു തീർക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാരുടെയും അതോടൊപ്പം ഈ ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും PTA ഒക്കെ തന്നെ ആവശ്യം. അതിനാവശ്യമായ നടപടികൾ വേഗം കൈക്കൊള്ളട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കടമനിട്ടയിൽ നിന്നും നന്ദുഷ, മീഡിയ 1, പത്തനംതിട്ട.